ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് നര, അല്ലേ? നമ്മളെ കോൺഫിഡൻസിനെ പോലും തകർക്കുന്നതാണ് ഈ നര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ മറികടക്കാൻ ഞാനൊരു പരീക്ഷണം, ശരിക്കും പറഞ്ഞൊരു പരീക്ഷണം തന്നെ ചെയ്തു നോക്കിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള ഒരു ഡൈ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വിജയിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നര ഉള്ള മുടിയിൽ കാണിച്ചിട്ടല്ലേ അതിൻ്റെ ആ ഒരു പരീക്ഷണം വിജയിച്ചോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. വേറെ എങ്ങുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലേ കറിവേപ്പില. അപ്പോൾ നല്ല കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നമ്മൾ നിഴലിൽ വെച്ചൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ഈർപ്പം ഒന്നുമില്ല. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇരുമ്പ് പാത്രത്തിലാണ് നമ്മൾ ഈ ഡൈ എന്ന് പറയുന്ന സംഭവം ശരിയാക്കേണ്ടതെന്നൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ അതേപോലെ ഇരുമ്പ് പാത്രം തപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലിതൊന്ന് വറുത്തെടുക്കാം, ഈ ഒരു ഇല. അപ്പോൾ നമ്മൾ കറിവേപ്പില നല്ലതുപോലെ തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ തന്നെ മൊരിഞ്ഞണക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൊടുമ്പോൾ തന്നെ ഒഴിഞ്ഞു പോകുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സി ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഡൈ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തലയിൽ ഒട്ടും തന്നെ എണ്ണമയം കാണരുത്. നമ്മൾ ഷാമ്പൂ വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് മുടിയിൽ അതൊന്ന് എഫക്റ്റീവായി കിട്ടണമെങ്കിൽ നമ്മളെ മുടിയിൽ ഒട്ടും തന്നെ എണ്ണയുടെ അംശം പാടില്ല. നമ്മൾ ഇതൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടി ഞാൻ തേയില വെള്ളം എടുക്കുന്നത് കേട്ടോ. അപ്പം തേയില ഒത്തി കൂടുതൽ ഇട്ടിട്ടുണ്ട്, വെള്ളം കുറച്ചും തേയില ഒത്തി കൂടുതലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നല്ലതുപോലെ തിളച്ച് അതിൻ്റെ ആ ഒരു എല്ലാ സത്തും ആ ഒരു വെള്ളത്തിൽ വരുന്ന നല്ലതുപോലെ തിളച്ച്, ഇപ്പം നമ്മളൊരു അര ഗ്ലാസ് വെള്ളമാണ് എടുത്തെങ്കിൽ അതിൽ നിന്ന് വീണ്ടും താഴ്ന്ന രീതിയിലാകുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കാം. വീണ്ടും നമ്മൾ ഇരുമ്പ് ചട്ടിയിലോട്ട് ഞാൻ പൊടിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരീക്ഷണം ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഒരു ഭാഗത്ത് നമുക്ക് തേച്ച് വെക്കാം, നരമുള്ള ഒരു ഭാഗത്ത് നമുക്ക് തേച്ച് വെക്കാം. എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ തേയില വെള്ളത്തിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ ഇരുമ്പ് പാത്രത്തിട്ട് നല്ലതായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കുറുക്കിപ്പോയാൽ നമ്മളെ മുടിയിൽ ഇത് പിടിച്ചെടുക്കാൻ പാടാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചൂടാക്കിയ തേയില വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുണ്ടോ, നമ്മൾ ഇത് പൊടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് നമ്മുടെ ഹെന്നപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. രണ്ട് രീതിയിൽ ഞാൻ ചെയ്ത് നോക്കി. ഹെന്നപ്പൊടി ഇട്ടും ഹെന്നപ്പൊടി ഇല്ലാതെയും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളും ഇതേപോലെ രണ്ട് രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഏതാണ് നമ്മളെ മുടിക്ക് അത് എഫക്റ്റീവായി വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിൽ വന്ന മാറ്റം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ ഞാൻ പഴയ ബ്രഷ് എടുത്തിട്ടാണ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞതിന് ശേഷമുള്ള വ്യത്യാസമാണ്. ഞാൻ 2 ദിവസം ചേർത്തോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. നല്ല കടുത്ത കറുപ്പായെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഹെന്നയും ആ ഒരു ഇതുകൂടെ ചേർന്നപ്പോൾ ഉള്ളത് ആ വെളുത്ത നരച്ച മുടിക്ക് നല്ല മാറ്റമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരീക്ഷണം വിജയിച്ചു എന്ന് തന്നെ പറയാം അല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.